സെക്യൂരിറ്റി ആയിട്ട് നിന്ന് സിറ്റുവേഷൻ എടുക്കേണ്ട ആവശ്യമില്ല. ഒരു ഗ്യാങ്ങിന്റെ സിറ്റുവേഷന്റെ ഇടയിൽ കയറിയിട്ട് ഹോസ്റ്റ് എടുക്കേണ്ട ഒരു ആവശ്യമില്ല. നിങ്ങൾ 6 വർഷത്തെ ഇന്ന് ഞാൻ TDM-ലോടെ ചിമാറ ഗ്യാങ് കാർ കാണിക്കാൻ വിടും പാവം പയ്യൻ. അലക്സനാണെങ്കിൽ ഒന്ന് കാണിച്ചിട്ട് ഒരു സാധനം പറയാനുണ്ട്. അല്ലെങ്കിൽ സാഗറിനെ ഞാൻ ഒന്നും പറയില്ല കേട്ടോ. അതൊരു പോയാന്ന് നമ്മ ഞാൻ വെടിവെക്കാനോട് കുഴപ്പമില്ല കേട്ടാ. വെടിവെക്കാറിനൂടാ നൈസറാ അമര അതിനകത്തിട്ട് പണ്ണിയിലിറങ്ങിന്റെ അകത്തിട്ട് പണി കിട്ട്. അല്ല ഓരോന്ന് ചാവുന്ന അടുത്തവന്മാര് കേറി വന്നോണ്ടിരിക്കുന്നു. ഞാൻ ടീം ഫെയർ ആയിരുന്നു. അതൊക്കെ ആരുടെ എന്താടാ അലക്സ് അലക്സിനെ കേറി അടുത്ത കേവിയുടെ വാറിനെ അലക്സിനെയും ജോഷുവിനെയും മാത്രം ഇറക്കി വിട്ടാ മതി. ഞാൻ പറഞ്ഞ അലക്സേ, ഞാൻ പറഞ്ഞ നീ 2 വാർ അപ്പുറത്ത് പോയി കളി കളിയാ. അവൻ ജയിക്കട്ടെ. അങ്ങനെ നീ ഒരു 5 പിക്ക് എടുത്തിട്ട് വാ. അലക്സിനെ ആര് പറഞ്ഞേ? ഇപ്പൊ മെസ്സേജ് വന്ന് പൂർവ മാക്സ് എന്ന് വരുന്ന കേവിയിലോട്ട്. ഞാൻ കുതിച്ചുപെട്ടി സാഗർ, ഞാൻ കുഞ്ഞു തരാൻ നിനക്ക് 2 കളി ഇവിടെ കളിക്കണം. അലക്സിന് എന്തോ പറയാനുണ്ടായിരുന്നു. എന്തോ എനിക്ക് ഈ സമയത്ത് ഒരാളെ ഓർമ്മിക്കണമെന്നുണ്ട്. അല്ല, പേര് ലക്സിക്കൂതി എന്നാണ് എന്റെ പേര്. അവൻ എന്നെ ഓർമ്മ ഉണ്ടാന്ന് പറഞ്ഞോടാ. നീ എന്നെന്തോ ഒതറെന്ന് പറഞ്ഞായിരുന്നു കുറച്ചാൾ മുമ്പ്. പിന്നെ ഡമ്മിയെടുത്ത് പറയാനുള്ളതെന്ന് പറഞ്ഞാ കസാരയൊക്കെ ഇടാൻ വേറെ ആളുണ്ട്. എനിക്ക് കഴിവായിട്ടില്ല. ഞാൻ ഒരു കാര്യം പറയട്ടെ ചാൻ, നിങ്ങളൊന്ന് ആലോചിച്ചൊക്കെയാണ്. മിണ്ടാതെ അവനാന്റെ കാര്യം മാത്രം നോക്കി പോകുന്ന പ്ലെയറിൽ ഒരു പ്ലെയറാണ് അലക്സ്. ഇവനൊന്നും തൊള്ള പോലും തുറക്കല്ല സിറ്റിക്കകത്ത്. ഇവനൊക്കെ ഇത്രയും ഫ്രസ്ട്രേഷനിൽ ഇത്രയും പറയണമെന്നുണ്ടെങ്കിൽ ഇവന്മാരെ നമ്മുടെ അടുത്തൊക്കെ കാണിച്ചതെന്ന് നിങ്ങളൊന്ന് ആലോചിച്ചൊക്കെയാണ്. 1 by 1 ഒന്ന് ആലോചിച്ചൊക്കെയാണ്. അതിന്റെയൊക്കെ ഫ്രസ്ട്രേഷൻ, അതിന്റെയൊക്കെ കർമ്മയാണ് അവന്മാർക്ക് കിട്ടിക്കൊണ്ടിരിക്കണത്. മനസ്സിലായ? അപ്പൊ നമ്മളാണെങ്കിൽ വിചാരിക്കുമല്ലോ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ട്. 1 മണിയായിട്ട് അവർക്ക് സിറ്റുവേഷൻ കഴിഞ്ഞില്ല, സമയം എല്ലാം കഴിഞ്ഞപ്പോ 2 മണിയായി. ഓക്കെ, നാളത്തേക്ക് മാറ്റി വെച്ചു കൊടുക്കണം. നമ്മൾ ചെയ്യോടെ അത് അന്തസ്സായിട്ട്. ഇപ്പൊ ഒരു പ്ലെയറിനെ മാറ്റണമെന്ന് പറഞ്ഞപ്പോഴേ കണ്ടില്ലേ, നമ്മൾ മാറി കൊടുത്ത കണ്ടില്ലേ? അത് നമ്മൾ അത്രയും നിന്നെ അടിച്ചാ നീയൊക്കെ പറഞ്ഞിട്ടല്ലേ നമ്മൾ വന്നത്. റാംബോ എന്റെയൊക്കെ മനസ്സാലോചിച്ചു റാംബോ. അമ്മര് ഹോൾഡ് ഇട്ടപ്പോ ഞാൻ പറഞ്ഞു റാംബോ അമ്മര് അടിക്കണം. പിന്നെ അങ്ങോട്ട് ആ ഒരു കാര്യം പറയട്ടെ, പിള്ളേർ അങ്ങ് സ്റ്റോറി കിട്ടങ്ങ് മെഴുകുവാട്ടോ. ഇവരിനി എങ്ങനെ ഇൻസ്റ്റാഗ്രാം തുറക്കുന്ന ഞാൻ ഇങ്ങനെ ആലോചിക്കും. മന്തിണ്ട് നാളെ ഉച്ചക്ക് എല്ലാവർക്കും മന്തിണ്ട്. അത്രേ ഉള്ളൂ. അവൻ പിന്നെ തിരിച്ചു ലാസ്റ്റ് അവനെ പിന്നെ എനിക്ക് തന്നെ കിട്ടും. മറക്കല്ലേ ലോയൽറ്റി മാക്ക് വാങ്ങിക്ക. മാക്ക് നീ സിറ്റി ഇല്ലേ? ഈ സൗണ്ട് കൂട്ടിയല്ലേ മൗസ് വലിക്കുന്ന സൗണ്ട് വേണം കേക്കാം. കൊറേ തലയാണ് വരുന്നത്. ഞാനും പിടിച്ച് കൊറേ തലയിലൊക്കെ മാരിയുടെ ഒരു ഓത്ത മൗസ്. അവരെ പറ്റിച്ച്
അവര് കൊറേ പേര് കത്തിയും പോയി. ഇപ്പൊ പ്രണവൊക്കെ കത്തിപ്പോയി. പ്രണവൊന്നും സിറ്റി കൊറേ പേര് കത്തിയൊക്കെ പോയി. അത് പറഞ്ഞിട്ട് അത് ആരാണേലും എന്റെ ലൈഫ് പയ്യന്മാർ നമ്മളെ മൈൻഡ് പോലും ആക്കണില്ല. ആണ്ടാ സൈലൊരു സിമ്പിൾ ഇട്ടുണ്ട് ഓർമ്മ ഓർമ്മകൾ പോയി പറഞ്ഞു എനിക്ക് മാർക്ക് കിട്ടിയില്ല, എന്നെ പ്ലക്കി കളഞ്ഞു, മൗസ് മുമ്പിച്ച് കളഞ്ഞു എന്നെ. അതല്ല വേറൊരു കാര്യമാണ് അതിപ്പോൾ ഞാനിരുന്ന് പിതുക്കുന്നുണ്ടായിരുന്നടാ, പക്ഷെ മലയിൽ അടിച്ചിട്ട് ഓനൊന്നുമില്ല, എന്താ ഡീട്ടിട്ട് അങ്ങോട്ട് അവനെ തിരിച്ചറിയും. എങ്ങനെ അടക്കം പുതുക്കിയെടുത്ത് ഇതാരാന്നറിയോ ഷീക്ക? സിദ്ധാന് സിദ്ധാനാണ്. എനിക്ക് ഇത് നോക്കോട്ടാ, ഈ ഒരു ചവിട്ടിനാണ് അവനിക്ക് കില്ല് കിട്ടിയത്. നോക്കോട്ടാ, അവന്റെ അടി വെയിറ്റിനിട്ട് ഒരു ചവിട്ട് കൊടുക്കാൻ പോയിട്ട് ഏജിന്റെ ഇടയിലേ അല്ല അങ്ങനെ ചെയ്യുന്നതിൽ കുഴപ്പമൊന്നുമില്ല. പറഞ്ഞ പുള്ളി പാവെന്ന് പറഞ്ഞ കളി അങ്ങനെ പൂർണ്ണ ആദ്യം തന്നെ പെടും. ചക്ക പട്ടി വിടുന്ന അവിടെ ബാക്കിന്ന് പറഞ്ഞുണ്ട് ഒരു 3 പേര് ചക്ക തലവണ്ട് വീണ് പോയില് പണമായി. ഞങ്ങളെ പറഞ്ഞേ പക്ക ബാക്ക് കിട്ടില്ല സപ്പോർട്ട് ചെയ്യുന്നത്. ഞാന് പപ്പടല്ലടാ, പപ്പുണ്ടോ അതായത് മാരിന്റെ ബിഹേവിയർ ഒന്ന് കാട്ടാതെ ഒരു മിനിറ്റ് മിനിറ്റല്ല. അത് സർപ്രൈസ് സർപ്രൈസ് അതാണ് പൂർണ്ണോ. അത് പൂർണ്ണോ ഇത് മൊയില് ശരിക്കും മൊയില് ചാടുന്ന ശരിക്കും മൊയില് ചാടുന്ന പോലെ ഞാൻ വിളിച്ചിരിക്കാൻ ചതിക്കടിച്ച് ശബ്ദം കേൾക്കുന്നുണ്ടോ? ഫുള്ളായിക്കോട്ടെ സൗണ്ട്. ഒരു സീനുണ്ട്. ഇവനാട്ടോ തെറിച്ചു വന്ന്. അല്ല നിങ്ങ ഇക്ക സ്വപ്നത്തിൽ വിചാരിക്കാത്തൊരു സാധനം ഇപ്പൊ കേൾക്കാം. അലക്സിന്റെ ബാങ്ക് ഡീറ്റെയിൽസ് ചോദിക്കുന്ന ഒരാള്. അലക്സിന്റെ ബാങ്ക് ഡീറ്റെയിൽസോ? ഇപ്പൊ ഒരു പിഒ ഉണ്ട്. അല്ല ശേഖ അത് കണ്ടായിരുന്നോ ഐജിഎല്ലിന്റെ പപ്പുന്റെ പിക്സ് ഒക്കെ ഭയങ്കര അവർ ഐജിഎല്ല പണ്ടാ ഇനി ഇക്രൂന്റെ പിഒ നമ്മുടെ അത് മൊയിലൂന് പറഞ്ഞ ഓർമ്മയുണ്ടല്ലോ കേറി പങ്കടാന്ന് പറഞ്ഞിട്ട് പോകുന്നുണ്ട്. എല്ലാം വെച്ച് തരുന്നുണ്ട് മോനെ. മോട്ടിവേഷൻ ക്ലാസ് എടുക്കാൻ അവിടെ കുനിയില്ല ചെന്നിട്ട് അതായിരിക്കും നല്ലത്. പപ്പു ഞാൻ ഒരു കാര്യം പറയട്ടെ, നിന്റെ ഭയങ്കര അണ്ടർ റേറ്റഡ് പിക്സ് ആട്ടോ. സൂപ്പർ പണി. അതാരളിയ സ്നൈപ്പർ? അത് ഐജിഎൽ ഡൗൺ ആയതുകൊണ്ട് ബ്രെയിൻ ലാഗായി നിന്നത് അവിടെ. മോട്ടിവേഷൻ ആളില്ലല്ലേ? മോട്ടിവേഷൻ ഇതിപ്പോ ഐജിഎൽ ഡൗൺ ആയത് താഴോട്ട് ഓടി.